അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് മുന്നോട്ട് കാര്യങ്ങൾ നീക്കാൻ ഉദ്ദേശിക്കുന്നത്? ആര്യ, ഇന്നലെ 5 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടായിരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട്. എന്നാൽ നിലവിൽ 4 പ്രതികൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് എഫ്ഐആറിലുള്ളത്. അതിൽ 4 പ്രതികളെന്ന് പറയുന്നത് ഒന്നാമത്തെ പ്രതി ഭർത്താവായിട്ടുള്ള അനിൽ തന്നെയാണ്. ബാക്കി ജിനുരാജ്, പ്രമോദ്, സോമൻ ഇവരാണ് ബാക്കി 4 പ്രതികൾ എന്ന് പറയുന്നത്. ഈ 4 പ്രതികളുടെയും അതുമായി ബന്ധപ്പെട്ട് ബാക്കി 2 പേർ, അതായത് കസ്റ്റഡിയിൽ ഇന്നലെ ഉണ്ടായിരുന്ന ബാക്കി 5 പേരിൽ 3 പേരാണ് നിലവിൽ പ്രതികളായിട്ടുള്ളത്. അതിൽ ബാക്കി 2 പേർ, അതായത് സന്തോഷും സുരേഷും, ഈ 2 പേരെയും ഇന്നലെ രാത്രിയോടെ തന്നെ പോലീസ് ഇവിടെ നിന്ന് വിടുകയുണ്ടായി. അവർ ഇപ്പോൾ ഈ മാന്നാർ തന്നെയുള്ള അവരുടെ വീട്ടിലുണ്ട്. നമ്മൾ രാവിലെ അവരുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പരസ്യ പ്രതികരണത്തിനൊക്കെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ വിലക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മാധ്യമത്തിന് മുന്നിൽ ഈ കാര്യങ്ങൾ പറയുന്നതിന് അവരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ പ്രതികരണം നമുക്ക് നൽകാൻ കഴിയാത്തത്. എന്തായാലും ഈ വിഷയത്തിൽ നിലവിൽ 4 പ്രതികളാണ് ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മാന്നാർ പോലീസ് സ്റ്റേഷനുള്ളിൽ 3 പ്രതികളാണുള്ളത്. അതായത് ജിനുരാജ്, പ്രമോദ്, സോമൻ, ഈ 3 പ്രതികളെയും അല്പസമയത്തിനുള്ളിൽ ഇവിടെ നിന്ന് പുറത്തിറക്കും. സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കി നേരെ കൊണ്ടുപോകുന്നത് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുമോ എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തതയില്ല. കാരണം ഇത്തരത്തിലൊരു വലിയ രീതിയിലുള്ള ഒരു രഹസ്യ സ്വഭാവം ഈ കേസിൽ പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം പരമാവധി കുറച്ച് വിവരങ്ങൾ മാത്രമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കുന്നത്. എങ്കിലും ഒരു 11:30 കൂടി ചെങ്ങന്നൂർ കോടതിയിൽ പ്രതികളെ ഹാജരാക്കും എന്നുള്ള വിവരമാണ് അവസാനമായി പോലീസിൻ്റെ ഭാഗത്ത് കിട്ടുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുമോ, അതല്ലെങ്കിൽ ഇന്ന് രാവിലെയോ ഇന്നലെ രാത്രിയോ തന്നെ ഈ പ്രതികളുടെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയോ എന്ന കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. ഒരുപക്ഷേ ഇതിനോടകം തന്നെ, കാരണം ഇത്തരം ഒരു കേസായതുകൊണ്ട് തന്നെ ഇതിനോടകം തന്നെ വൈദ്യപരിശോധന പൂർത്തിയാക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അത് തള്ളിക്കളയാനും കഴിയില്ല. ഒരുപക്ഷേ പോകുന്ന വഴിക്ക് തന്നെ ചെങ്ങന്നൂർ താലൂക്ക് ആശുപത്രിയിൽ കയറി വൈദ്യപരിശോധന പൂർത്തിയാക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി വ്യക്തത വരേണ്ട. ഒരുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും തന്നെ പോലീസ് പുറത്ത് പറയുന്നുമില്ല മാധ്യമങ്ങളോട്. അതുകൊണ്ട് തന്നെ 11:30 കോടതിയിൽ ഹാജരാക്കും. അത് കഴിഞ്ഞ ശേഷം തെളിവെടുപ്പിനുള്ള സാധ്യത കൂടി ഇപ്പോൾ പോലീസ് തള്ളിക്കറിയുന്നില്ല. കാരണം നമ്മൾ ചില പോലീസുമായി ബന്ധപ്പെടുന്ന സമയത്ത് ചിലപ്പോൾ ഇന്ന് തന്നെ തെളിവെടുപ്പ് ഉണ്ടാകും എന്നും പറയുന്നുണ്ട്. പക്ഷേ ഉറപ്പിച്ച് ഒരു സ്ഥിരീകരണത്തിലേക്കൊന്നും തന്നെ പോലീസ് ഇതുവരെയും കടന്നിട്ടില്ല. രാവിലെ നമുക്ക് കിട്ടിയ വിവരമെന്ന് പറയുന്നത് ഈ ശാസ്ത്രീയമായ പരിശോധന ഫലം വന്നതിന് ശേഷം മാത്രമായിരിക്കും സ്ഥലത്തെത്തിച്ചുള്ള തെളിവെടുപ്പ് എന്നതായിരുന്നു രാവിലെ കിട്ടിയ വിവരമെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴൊക്കെ ഈ മാന്നാർ സ്റ്റേഷനിലെ പോലീസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്തൊക്കെ അവർ ഇത്തരത്തിലൊരു വിവരം കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. ഒരുപക്ഷേ ഇത്തരത്തിലൊരു കേസിൻ്റെ ഒരു രഹസ്യ സ്വഭാവമൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി മാധ്യമങ്ങളോട് കൂടുതൽ വിവരങ്ങളൊന്നും നൽകണ്ട എന്ന് തന്നെ SP ഉൾപ്പെടെ ആളുകൾ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും ഈ ഒരു കേസിൽ ഇനി എങ്ങോട്ടാണ് ഇത് പോകുന്നത് സംബന്ധിച്ച് വളരെ നിർണായകമാകുന്നത് ഇന്നലെ കിട്ടിയ ഈ സെപ്റ്റി ടാങ്കിനുള്ളിൽ നിന്ന് കിട്ടിയ വസ്തുക്കൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെ ശരീരത്തിന്റെ ചില അവശിഷ്ടങ്ങൾ, പക്ഷെ അപ്പോഴും സോമൻ പരിശോധന അത് പൂർത്തിയാക്കിയ സോമൻ പറയുന്നുണ്ട് രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചിരുന്നു. കല്ല് പോലും ദ്രവിച്ചു പോകുന്ന തരത്തിലുള്ള അത്രയും ശക്തിയുള്ള രാസപദാർത്ഥങ്ങളാണ് ഉപയോഗിച്ചത്. അപ്പോൾ എല്ലുണ്ടെങ്കിൽ പോലും അതൊക്കെ ദ്രവിച്ചു പോകുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ നല്ല മുടിയൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പം ശാസ്ത്രീയ പരിശോധനയ്ക്ക് ലഭിച്ച് ഇതൊക്കെ കലയുടേതാണ് എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞായിരിക്കും ഒരു പക്ഷേ പ്രതികളുമായുള്ള തെളിവെടുപ്പ്. ഭർത്താവ് 1-ാം പ്രതി അനിൽകുമാർ ഇസ്രായേലിലാണ്. അദ്ദേഹത്തിനെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളിൽ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. അന്വേഷണ സംഘത്തിന് ഈ 15 വർഷം മുൻപുള്ള ഈ ഒരു കേസ്, ഈ കലയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിൽ ഒരു കാര്യങ്ങളെല്ലാം കണ്ടെത്താൻ വേണ്ടി.